തിരുവനന്തപുരത്ത് അമ്മയുടെ അറിവോടെ മാതാവിന്റെ ആൺ സുഹൃത്ത് 11-കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന വിവരം വരുന്നു. രക്ഷിതാക്കളുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗിനിടെയാണ് ഈ വിവരങ്ങൾ പുറത്തറിഞ്ഞത്. അമ്മയുടെ സുഹൃത്തിനെ 1-ാം പ്രതിയും അമ്മയെ 2-ാം പ്രതിയുമാക്കി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമ്മയുടെ അറിവോടുകൂടി സ്വന്തം മകളെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കി എന്നതാണോ ഷഫീദ് പുറത്തുവരുന്ന വിവരം? എവിടെയാണിത് സംഭവിച്ചത്? എന്താണ് ഇനി തുടർ നടപടി? ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മയുടെ അറിവോടുകൂടി അമ്മയുടെ സുഹൃത്ത് 11 വയസ്സുകാരിയായ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ള വെളിപ്പെടുത്തൽ, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന് അവസരമൊരുക്കിയത് അമ്മയാണ് എന്ന തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ FIR വന്നിരിക്കുന്നത്. സ്വന്തം വീട്ടിൽ വെച്ചായിരുന്നു കുട്ടിക്ക് നേരെ അതിക്രമം ഉണ്ടായത്. പിതാവ് വീട്ടിലില്ലാതിരുന്ന സമയത്ത് അമ്മ സുഹൃത്തിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അമ്മ നിർബന്ധിച്ച് പെൺകുട്ടിയെ സുഹൃത്തിനൊപ്പം ഉറങ്ങാൻ പറഞ്ഞു വിടുകയായിരുന്നു. ഉറക്കത്തിനിടയിലാണ് സുഹൃത്ത് ലൈംഗികമായി ചൂഷണം ചെയ്തത്. ഈ കാര്യം ആ കുട്ടി അമ്മയോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് പുറത്തു പറയരുതെന്ന് അമ്മ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് പറയുന്ന കാര്യം. പിന്നാലെ ഈ രക്ഷിതാക്കളുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗിൽ ഈ 11-കാരി തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ലൈംഗിക ചൂഷണത്തെ കുറിച്ച് തുറന്നു പറയുകയായിരുന്നു. ഇതോടെ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തു. നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം വഞ്ചൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ അമ്മയുടെ സുഹൃത്ത് കേസിലെ 1-ാം പ്രതിയും അമ്മയെ 2-ാം പ്രതിയുമാക്കിയാണ് കേസെടുത്തിട്ടുള്ളത്. ഈ പരാതിയിൽ പറയുന്ന പീഡനം നടന്നത് പോത്തൻകോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ കേസ് അങ്ങോട്ടേക്ക് മാറ്റുമെന്ന് വഞ്ചൂർ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഗോപികൃഷ്ണൻ. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.